അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റിയാണ്. അതായത് നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ ഓപ്പറേറ്റേഴ്സ് പല പലതും ഒരേ ടൈപ്പുകളാണ്. അതായത് അരിത്തമെറ്റിക്, ലോജിക്കൽ, റിലേഷണൽ, മെമ്പർഷിപ്പ്, ഐഡന്റിറ്റി അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ എല്ലാവരും ഒരു 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 സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാൽ നമുക്കതിനെ എക്സ്പ്രഷൻ എന്ന് വിളിക്കാം. ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഒരു ലൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരികയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എൻ എക്സ്പ്രഷൻ. മാത്തമാറ്റിക്കലി നമ്മൾ അങ്ങനെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഓപ്പറേഷൻസ് ഒരു സാധനത്തിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിക്കാണ് അതിനെ ഇതാക്കുന്നത്. ഒന്ന് പ്രസിഡൻസ്, പ്രയോറിറ്റി, ആദ്യം ചെയ്യുന്നത് എന്ത് പ്രയോറിറ്റി ബേസിസിലാണ് എന്നുള്ളതാണ്. പിന്നെ അസോസിയേറ്റിവിറ്റി, അതായത് ഇങ്ങനെയാണത് ആ ഒരു ഓപ്പറേഷൻ നടക്കുന്നതാണ്. അതായത് അതിൽ നിങ്ങൾക്ക് കണ്ടറിയാം, ഈ ഒരു ചിത്രം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ചിലത് മാത്രം രണ്ട് കാര്യങ്ങൾ മാത്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ബാക്കിയൊക്കെ ലെഫ്റ്റ് റൈറ്റ് ആണ്. അതിൽ ബേസിക് ആയിട്ട് പറയുന്നത് സ്റ്റാർ സ്റ്റാറും പിന്നെ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു സിമ്പിളുമാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ വാരിയബിൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5ന്റെ വാല്യൂ ആണ് എക്സിലോട്ട് അസൈൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എങ്ങനെയാണ് പോകുന്നത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ആ വാല്യൂ അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 5 സ്റ്റാർ സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 5ന്റെ മേലയിലേക്കാണ് 2 വെക്കുന്നത്. അത് 5 സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്. 5 സ്ക്വയറിന് എഴുതണമെങ്കിൽ ഞാൻ 5 സ്റ്റാർ സ്റ്റാർ 2 എന്നുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക, 5ന്റെ മേലിലേക്കാണ് 2 വെക്കുന്നത്. ദാറ്റ് ഈസ് 5 ഇൻറ്റു 5 25 ഇസ് ആൻസർ. സോ അങ്ങനത്തെ രണ്ട് ഓപ്പറേറ്റേഴ്സ് മാത്രമാണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അസോസിയേറ്റിവിറ്റി ഉള്ളത്. ബാക്കി എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5+3 ആണ്, 5ന്റെ കൂടെയാണ് 3 ആഡ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ 5 > 3 എന്ന് പറയുമ്പോൾ 5നെയും 3നെയാണ്, 5നെ ആദ്യം നോക്കും പിന്നെ 3നെ എടുക്കും, അങ്ങനെയാണ്. പക്ഷേ ബാക്കി രണ്ട് കേസിലും ഇപ്പോൾ എക്സ് ഈക്വൽ ടു 5, എ ഈക്വൽ ടു 5 അല്ലെങ്കിൽ 5 സ്റ്റാർ സ്റ്റാർ 2 എന്നൊക്കെ പറയുന്ന സമയത്ത് അത് റൈറ്റ് വാല്യൂ ആണ് ലെഫ്റ്റിലേക്ക് അസൈൻ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ള കമ്പാരിസൺ ആണ് വരുന്നത്. ഓക്കെ, ഇനി അത് അസോസിയേറ്റീവ് കോൺസെപ്റ്റ്. പ്രസിഡൻസ് പറയുമ്പോൾ ആരാണ് ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ബോർഡ് മാസ്റ്റർ റൂളൊക്കെ മാത്സിൽ പഠിച്ചിട്ടുണ്ടാകും. അതേ കോൺസെപ്റ്റിലാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്രാക്കറ്റ്സ് തന്നെയാണ്, അതിനുശേഷം ഉണ്ടാവുന്നത് സ്റ്റാർ സ്റ്റാർ ആണ്, എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ ആണ് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്ലസ് മൈനസ്, അതായത് ഇപ്പോൾ നമ്മൾ +5 +6 എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ -6 -7 എന്നൊക്കെ പറയില്ലേ, ആ കോൺസെപ്റ്റാണ് അടുത്ത പ്രസിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ടത് സ്റ്റാർ, ഡിവിഷൻ, ഫ്ലോ ഡിവിഷൻ, പെർസെൻറ്റേജ്, പ്ലസ് മൈനസ്. ഇതാണ് ഒരു ഓപ്പറേറ്ററിൽ, അരിത്തമെറ്റിക് ഓപ്പറേറ്ററിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പ്രസിഡൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, പിന്നെ ഡിവിഷൻ ആണ്, പിന്നെ ഫ്ലോ ഡിവിഷൻ ദെൻ റിമൈൻഡർ ഓപ്പറേറ്റർ, മോഡുലസ് ഓപ്പറേറ്റർ, ദെൻ പ്ലസ് മൈനസ്. ഈ കോൺസെപ്റ്റ് നന്നായി പഠിക്കുക. അരിത്തമെറ്റിക്കിലായിരിക്കും ക്വസ്റ്റ്യൻസുകൾ കുറേ വരുന്നുണ്ടാവുക. സോ ആദ്യം സ്റ്റാർ, ദെൻ ഡിവിഷൻ, ദെൻ ഫ്ലോ ഡിവിഷൻ, ദെൻ പെർസെൻറ്റേജ്, ദെൻ പ്ലസ് മൈനസ്. നിങ്ങൾ തലയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. അതിനുശേഷം ബിറ്റ് വൈസിൻ്റെ ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സുകളാണ്. പിന്നെ ആൻഡ്, ഓർ, നോട്ട്. അതായത് വരുന്നത് ഏതിലാച്ചാൽ നമ്മുടെ ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് എക്സോർ, ബിറ്റ് വൈസ് നോട്ട്, അങ്ങനെ ഓറും അങ്ങനെ പോകും കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഏതൊക്കെയാണ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്ററും ഐഡന്റിറ്റി ഓപ്പറേറ്ററും. അതിൽ ഐഡന്റിറ്റി ഓപ്പറേറ്ററിനാണ് ആദ്യം പ്രിഫറൻസ്, ഈസ് നോട്ട്. അതിനുശേഷം നോട്ടിന് വരും. ഓക്കെ, അതിനുശേഷം മാത്രമാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആയ ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ, നോട്ട് ഈക്വൽ വരുന്നത്. അത് അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോകുക. ഇതാണ് അതിൻ്റെ ഓപ്പറേറ്റർ. എന്താ പറയുക, ഒരേ ലെവൽ, എല്ലാവരും ഒരേ പ്രസിഡൻസ് ആണെങ്കിൽ ആ ഓർഡറിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതിനുശേഷം നോട്ട്, ആൻഡ്, ഓർ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്ററിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നോട്ട്, അത് കഴിഞ്ഞ് ആൻഡ്, അത് കഴിഞ്ഞ് ഓർ, ഇങ്ങനെയാണ്. ഓക്കെ, അത് ഈഫെൽസ് ലാംഡ മൈൻഡ് ചെയ്യേണ്ട. പിന്നെ ഈക്വൽ ടു സിമ്പിൾ, ഇങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് പ്ലസ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വരുന്ന കേസിലും ലോജിക്കൽ ഓപ്പറേറ്ററിന്റെ കേസുകളാണ് കുറേ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓപ്പറേറ്റർ പ്രസിഡൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് പ്രൂവ് ചെയ്തിട്ട് ആൻസർ തരാൻ പറയും. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഏതാണ് ഹയസ്റ്റ് പ്രയോറിറ്റി, അതായിരിക്കും ആദ്യം ചെയ്യുക. ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചിട്ട്, ചെറുതാട്ടോ. ഓക്കെ, എക്ക് 20യുടെ വാല്യൂ ഉണ്ട്, ബി 10 ആണ്, 5C പറയുന്നത് 15 ആണ്, ഡി ഈക്വൽ ടു 5 ആണ്. ആദ്യത്തെ കേസ് പറഞ്ഞാൽ A+B സ്റ്റാർ C ബൈ ഡി എന്നാണ് കേട്ടോ. നമുക്കറിയാം ആദ്യം എപ്പോഴും ബ്രാക്കറ്റാണ് ചെയ്യുക. അതായത് 10ഉം 20ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 30 കിട്ടും. 30 ഇൻറ്റു 15 ബൈ ഡി. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരിക. കാരണം എന്താ, അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് കഴിഞ്ഞിട്ട് മാത്രമാണ് എന്ത് ഡിവിഷൻ വരുള്ളൂ. ഇനി അടുത്ത കേസിലാണെങ്കിലോ ബ്രാക്കറ്റ്സ് വലിയ വലിയ രീതിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയും നമുക്ക് ആദ്യത്തെ കുഞ്ഞ് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ വലിയ ബ്രാക്കറ്റിലേക്ക് പോകുന്നുള്ളൂ. അടുത്ത രണ്ട് സെപ്പറേറ്റ് ആണ്. അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ ചെയ്ത ശേഷം മാത്രമാണ് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 90 90 90 തന്നെയാണ്. കാരണം കോൺസെപ്റ്റ്സുകൾ പല രീതിക്കാണെങ്കിലും അത് എഴുതുമ്പോൾ ഓരോ രീതിയിൽ പ്രസൻറ്റ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ആൻസർ സെയിം ആണ്, പക്ഷെ അത് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ഇട്ടിട്ട് അതിൽ ഇട്ടിട്ട് നോക്കിയിട്ട് ആ ടേബിൾ കറക്റ്റായിട്ട് പഠിച്ചു നോക്കുക. അതാണ് ഓപ്പറേറ്റർ പ്രസിഡൻസിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. താങ്ക് യു.